friends, welcome to Commerce Bites. I hope you people are all doing well. എൻ്റെ ന്യൂ കമ്മേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ ന്യൂ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളതും അതും ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വി ആർ ഹാവിങ് 12 to 13 പ്ലേലിസ്റ്റ്. ആ പ്ലേലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെയിലി ടോപ്പ് മിനി സീരീസ്, ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, റിസർച്ച് സീരീസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നമ്മൾ 20 എണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈച്ച് വീഡിയോയിൽ വി ആർ ഹാവിങ് 7 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 140 ക്വസ്റ്റ്യൻസ് ഓൾ ടോട്ടൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലെ ടേമും അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ 4 ഓപ്ഷനെ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്, അല്ലേ? പിന്നെ കേരള സെറ്റിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ഏത് സൈറ്റിലെടുത്ത് നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. 2020യുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 4 ഓപ്ഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2019, 2018, 2017 ഇതിലെല്ലാത്തിലും നിങ്ങൾക്കറിയാം കേരള സെറ്റിൻ്റെ എക്സാം 2 പ്രാവശ്യമാണ് ഇയർ കണ്ടക്ട് ചെയ്യുന്നത്. സോ 2 സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2016 ജൂൺ സീരീസാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 4 ആണ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3 വരെ ഞാൻ 2016 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന പ്ലേലിസ്റ്റിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഡു നോട്ട് മിസ് ഔട്ട് ദ വീഡിയോസ്. ഓക്കെ, ആൻഡ് ഇന്നലെ എനിക്ക് കുറച്ചധികം മെയിൽസ് റിസീവ് ചെയ്തിരുന്നു. അതായത് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിൽ ഓൾമോസ്റ്റ് ഒരു 50% സ്റ്റുഡൻസും ഹൗസ് വൈഫാണ്, ഇല്ലെങ്കിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജസ് വന്നു. സോ അവർക്ക് പഠിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും മാമിൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാവുന്ന ഒരു ടെക്നിക്കോ സ്ട്രാറ്റജീസോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് കോട്ട് ചെയ്യുകയാണ് ഇവിടെ. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഹൗസ് വൈഫ്സാണ്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുകയാണ്, ഇപ്പോൾ കുക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ, അതിപ്പോൾ എൻ്റെ തന്നെ കാണണം എന്നില്ല കേട്ടോ, വേറെ ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് ആ ടേബിളിൽ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാതുകളിലേക്ക് ഈ നോളജ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത വീഡിയോസ് ആണെങ്കിൽ കൂടി ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആ നോട്ട്സ് അവരിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾക്കതൊരു ഫ്രഷപ്പ് ആയിരിക്കും, നിങ്ങൾക്കൊരു ബ്രഷിങ് അപ്പ് വിത്ത് പോർഷൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോവാം, അല്ലേ? ഇപ്പോൾ ലിവ് വൈഗോട്സ്കിയുടെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു, അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്റ്സും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അതോടൊപ്പം തന്നെ ആ സാറോ മാമോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന പോയിൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് തങ്ങി നിൽക്കും. സോ യൂട്ടിലൈസ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നൗ ഓൺവേർഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി കിട്ടുന്ന എല്ലാ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ നിമിഷവും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് വായിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെറ്റർ. അതെല്ലാം നിങ്ങൾക്ക് നോട്ട്സ് വായിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, നിങ്ങളിപ്പോൾ കുക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ്, നോ മാറ്റേഴ്സ്, ജസ്റ്റ് ആ ടേബിളിൽ ഈ മൊബൈലൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവർ കേൾക്കേണ്ട, ബാക്കിയുള്ളവർക്ക് അതൊരു ഡിഫിക്കൾട്ടാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡ് സെറ്റ് കണക്ട് ചെയ്ത് നിങ്ങളുടെ ചെവിയിലേക്ക് അതൊന്ന് വെച്ചാൽ മതി. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, സോ എപ്പോഴും ബി ഇൻ ടച്ച് വിത്ത് യുവർ നോട്ട്സ്. നിങ്ങളിപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് വെച്ച് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കേട്ട് പഠിക്കുന്നതാണ്, ചിലവർക്ക് അതായിരിക്കും കൂടുതൽ താല്പര്യം. സോ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ നിങ്ങൾക്കറിയാൻ പറ്റും. 10-25 കൊല്ലമായില്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെ പഠിച്ചാലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ചിലവർക്ക് നോട്ട്സ് എഴുതി പഠിച്ചാലേ വർക്കൗട്ട് ആവുള്ളൂ, ചിലവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പഠിച്ചാലേ വർക്കൗട്ട് ആവുള്ളൂ. സോ ഐഡൻറ്റിഫൈ യേഴ്സ് ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, നമ്മളുടെ എക്സാം August 14th ആണ്. ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻസിന് ആ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക്
അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അതൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എപ്പോഴും മനസ്സിൽ വെക്കുക, ഓഗസ്റ്റ് 14 വരെ ഈ ഒരു പ്രയത്നം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരള സെറ്റ് 2021 നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ട്രസ്റ്റ് മീ ഗൈസ് ആൻഡ് ടേക്ക് മൈ വേർഡ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. സോ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 2016 ജൂൺ സീരീസാണ്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് SCERT? SCERTയുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഫങ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. വാട്ട് ഇസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് SCERT? നോട്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ചില കുട്ടികളുണ്ട്, എല്ലാം അവർക്കറിയുന്നുണ്ടാവും, പക്ഷേ വെപ്രാളം എന്ന് പറയുന്ന ഒരു ടേമില്ലേ, ആ ഒരു വെപ്രാളം കൊണ്ട് പകുതി അവർക്ക് മാർക്ക് അങ്ങനെ ഇരിക്കും പോകുന്നു. ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ എക്സാം എഴുതുന്നതിൽ പകുതി എനിക്ക് തെറ്റിപ്പോകുന്നത് ഈ ഒരു വെപ്രാളം കൊണ്ടാണ്. ഓക്കെ, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്, എനിക്ക് എന്തായാലും ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പോയി ലോക്ക് ചെയ്യും, അതിൽ തീർന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് റെക്കമെൻഡിങ് ഓൺ ഫണ്ട് പോളിസീസ് ഫോർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ബി പ്രിപ്പറേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക്. ഓപ്ഷൻ സി ഡെവലപ്പിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് ഓപ്ഷൻ ഡി കണ്ടക്ടിങ് ഇൻ സർവീസ് പ്രോഗ്രാം ഫോർ ടീച്ചേഴ്സ്. സോ ഞാനിവിടെ വീണ്ടും പറയുന്നു, കാരണം എൻ്റെ കാറ്റഗറിയിൽപ്പെട്ട കുറച്ചെങ്കിലും പെർസെൻറ്റേജ് കുട്ടികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. വെപ്രാളം എന്നുള്ളത് നമ്മളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമിന് പുറത്ത് വെച്ചിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ SCERT അതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 1978 പിന്നെ SCERT എപ്പോഴും ഓർക്കാൻ ഞാൻ പറയുന്ന ഒരു കാര്യം ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്കാണ്. നമ്മളുടെ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ, ഓക്കെ, സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും SCERT എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ CBSE സ്റ്റുഡൻസിൻ്റെ കയ്യിലെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രണ്ടിൽ തന്നെ പ്രൊഫൈസിൽ കൊടുത്തിട്ടുണ്ടാവും NCERT ടെക്സ്റ്റ് ബുക്സ് ആണ് എന്നുള്ളത്. സോ നമുക്കിവിടെ നോക്കേണ്ട കാര്യം എന്താണ്? SCERTയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഫങ്ഷൻസ് ഒന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്കാണ്, പിന്നെ മറ്റൊന്ന് അവർ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ഷൻസിൽ ആ ഒരു എഡ്യൂക്കേഷൻ സെക്ഷനിൽ അവർ സർവീസ് കണ്ടക്ട് ചെയ്യും. ആൻഡ് ഡെവലപ്പിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന് നല്ലൊരു ഇൻ സർവീസ് പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവും? റെക്കമെൻഡിങ് ഓൺ ഫണ്ടിങ് പോളിസീസ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് SCERT എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഫണ്ടിങ് പ്രോഗ്രാം എപ്പോഴും ചെയ്യുന്നത് UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Moving to the next question, a teacher is annoyed by aggressive way of asking questions in class by the students. In such situation, the primary duty of a teacher is നമ്മളുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം കാറ്റഗറീസ് ഉള്ള കുട്ടികളുണ്ടാവും. ചിലവർ വളരെ സൈലൻ്റായിട്ട് ഒന്നിനും ഇല്ല രാമനാരായണ എന്ന് പറയുന്ന ടീമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് പേര് ഒരു നല്ല സ്റ്റുഡിയസ് ആയിട്ട് ടീച്ചേഴ്സിനോട് നല്ല രീതിയിൽ തന്നെ ഡൗട്ട് ചോദിക്കുന്ന കുട്ടികളായിരിക്കും. ചില കുട്ടികൾ കുറച്ചൊരു അക്രമകാരികളായിരിക്കും, അതായത് കുറച്ച് അഗ്രസീവ് രീതിയായിരിക്കും അവർക്കുള്ളത്. ടീച്ചേഴ്സിനെ ടെസ്റ്റ് ചെയ്യുക, അവരുടെ ഡിഗ്രി ടെസ്റ്റ് ചെയ്യുക, മാമിന് എത്ര വരെ ഡിഗ്രി ഉണ്ട്, BEd ചെയ്തോ, MEd ചെയ്തോ, അല്ലെങ്കിൽ PhD ചെയ്തോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ചെലുത്തുന്ന കുറച്ച് കുട്ടികളുണ്ട്. സോ അങ്ങനെ ഒരു കുട്ടി ആസ് എ ടീച്ചർ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മാമിനതറിയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ വേണം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എന്നാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു പോസിറ്റീവ് രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ,
ഇനി ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അവരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പിച്ചോ. അത് നമ്മൾ ആസ് എ ടീച്ചർ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നമ്മളെ എത്രത്തോളം പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, അത്രത്തോളം എബിലിറ്റി ഉണ്ട് ആ ഒരു ടീച്ചർക്ക് എന്ന് മനസ്സിലാവും. സോ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് ചെക്കൗട്ട് ചെയ്യാം അല്ലേ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ച് ദി സ്റ്റുഡൻസ് ഹൗ ടു ബിഹേവ് പ്രോപ്പർലി. ആദ്യം തന്നെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കുക, അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ തികച്ചും തെറ്റായിട്ടൊരു ഓപ്ഷനാണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നതോ, ഫോക്കസ് ദ ക്വസ്റ്റ്യൻ ടു ആൻസർ ഇറ്റ്. ആദ്യം ടീച്ചർ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഒരു ഒപ്പീനിയനും ആൻഡ് ദ പെർട്ടിക്കുലർ ആൻസറും ഇത് തന്നെയാണ്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ആ കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് കാര്യമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആൻസർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത്, യൂസ് എ സ്ട്രാറ്റജി ടു മേക്ക് ഹിം ഫീൽ ദാറ്റ് ദി സ്റ്റുഡൻസ് സ്റ്റൈൽ ഇസ് അറഗൻറ്റ്. ആ ഒരു കുട്ടിയുടെ സ്റ്റൈല് അറഗൻ്റ് ആണ്, ഇല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്റ്റൈല് കുറച്ച് അറഗൻ്റ് ആണ്, കുറച്ചൊരു ദേഷ്യം ആ ഒരു കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് അതിനെ മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് വേണം. ഓക്കെ, ഇറ്റ്സ് ട്രൂ, അങ്ങനെ നമ്മൾ ചെയ്യണം. പക്ഷേ ആദ്യം ആ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. എന്നിട്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ആൻസർ പറയണോ വേണ്ടിയോ, അല്ലെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ പോലെ ഡിസ്കസ് വിത്ത് അതർ ടീച്ചേഴ്സ് ടു നോ അതർ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ്. മറ്റൊരു ടീച്ചറിനോട് ചോദിച്ചു, എന്നോട് ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം അപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കുട്ടിയെ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ താഴ്ത്തി കെട്ടുകയാണ്. സോ ആസ് എ ടീച്ചർ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം നോക്കുക, ആ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് ആൻസർ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ട്രാറ്റജി അല്ല, ജസ്റ്റ് ആ കുട്ടിയെ ഒന്ന് അടുത്തിരുത്തി വിളിച്ച് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഹി വിൽ ബി ഫീൽ ഗുഡ്. ഓക്കെ. ഇപ്പോൾ അറഗൻസി ആ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതില്ലാതായി പോവാൻ ആ നമ്മളുടെ ഒരു പേഴ്സണൽ ടോക്ക് നമ്മൾ ഒരു 5 to 10 minutes കണ്ടക്ട് ചെയ്താൽ മതി. അക്കോർഡിംഗ് ടു മീ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു കുട്ടി നമ്മളോട് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ. So moving to the next question, which of the following does not fit with the role of a teacher as a facilitator? So options are, option A, set very specific strategies before starting the class. Option B, asking creative and interesting questions related to the subject. Option C, make the content applicable to the real life situation. And option D, allow learners to be the teachers. So ഇവിടെ പറഞ്ഞിരിക്കുന്നത്, which of the following does not fit with the role of a teacher as a facilitator. ഒരു ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള റോളിൽ ഫിക്സ് ആവാത്ത ഒരു പോയിൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമുക്കൊരു ഫെസിലിറ്റേറ്റിംഗ് ടീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ടീച്ചർ സെറ്റിംഗ് ഡിറ്റർമിനേഷൻ ടു മേക്ക് ദ സ്റ്റുഡൻസ് അക്വയർ ആൻഡ് റെക്കഗ്നൈസ് വാട്ട് ഈസ് ബീയിങ് ടോട്ട്. ഒരു കുട്ടിയെ നമ്മൾ അക്വയർ ചെയ്യുന്നു, അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയാണ് വാട്ട് ഈസ് ബീയിങ് ടോട്ട് എന്നുള്ളത്. സ്റ്റുഡൻസ് സെറ്റ് ദ കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ടു സെൽഫ് ലേൺ ആൻഡ് ദ ടീച്ചർ മിയർലി സിംപ്ലിഫൈസ് when the student is trapped in the learning struggles. കുട്ടി എന്തെങ്കിലും ഒരു ലേണിങ്ങിൽ ആ കുട്ടി ഒരു പെർട്ടിക്കുലർ കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആസ് എ ടീച്ചർ നമ്മൾ ആ ഒരു സ്ട്രഗിൾ അവർക്ക് കുറച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലാതാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ടീച്ചിങ് ഇസ് ആക്ച്വലി ടീച്ചർ സെൻറ്റർഡ്. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണ്, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്ററിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യണം ബിഫോർ സ്റ്റാർട്ടിങ് ദി ക്ലാസ്. പിന്നെ കുട്ടി ആസ്കിങ് creative and interesting questions related to the subject. And ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ പോലെ allow learners to be teachers. അല്ലാതെ ഇപ്പോൾ ഓപ്ഷൻ സിയിൽ പറഞ്ഞതുപോലെ മേക്ക് ദ കണ്ടൻറ്റ് ആപ്ലിക്കബിൾ ടു ദ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ ഫിറ്റ് ചെയ്യില്ല. ഓക്കെ. So now let's move to the next question.
teacher follows a strategy in which students are encouraged to think about and interpret his or her experiences, belief, or knowledge to understand the subject. This strategy followed by the teacher can be called as option A, scaffolding, option B, reflection, option C, concept mapping, and option D, advanced organizer. Here the answer will be option A, that is scaffolding. ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് എന്നാണ് ഈ ഒരു ടേമിൻ്റെ കംപ്ലീറ്റ് നെയിം. ആൻഡ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സ്കാഫോൾഡിങ്ങിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ആഡ് സപ്പോർട്ട് ഫോർ ദ സ്റ്റുഡൻസ് ടു in order to enhance learning and aid in mastery of task. Teacher does this by systematically building on students' experiences and knowledge as they are learning new skill. So ഇവിടെയാണ് കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ്, ബിലീഫ്, നോളജ് ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ടീച്ചർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. ഇതിൽ അവരെങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാണ്, അവരെ കൊണ്ട് ആലോചിപ്പിക്കാൻ, ഒന്ന് തിങ്ക് ചെയ്യാൻ, അതുപോലെ തന്നെ അവർ ഒരു തിയറി കൊടുത്തിട്ട് ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണ്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ച്, അവരുടെ ബിലീഫ് വെച്ച്, നോളജ് വെച്ച് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിഫ്ലക്ഷൻ എന്നുള്ളത്, റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്നുള്ളത് ജോൺ ഡ്യൂയി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ അറേഞ്ച്മെൻറ്റ് ഓഫ് എൻവയൺമെൻറ്റ് വിതിൻ വിച്ച് സ്റ്റുഡൻസ് ക്യാൻ ഇൻട്രാക്ട് ആൻഡ് സ്റ്റഡി ഹൗ ടു ലേൺ. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഇൻട്രാക്ഷനാണ് റിഫ്ലക്റ്റീവിൽ പറയുന്നത്. ആൻഡ് കോൺസെപ്റ്റ് മാപ്പിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മൾ മൈൻഡ് മാപ്പിംഗ് മെത്തേഡ് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ്. അതായത് ഒരു കോൺസെപ്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു സെയിം കോൺസെപ്റ്റിനെ നമ്മൾ പിക്ചർ രൂപത്തിൽ പിക്ചറൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അഡ്വാൻസ് ഓർഗനൈസർ എഗെയിൻ നമ്മളുടെ ഫേവറേറ്റ് ഡേവിഡ് ഒസബെൽ പ്രപ്പോസ് ചെയ്തതാണ് ഈ ഒരു തിയറി. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിയർ കട്ട് ഐഡിയ തരുന്ന ഒരു പിക്ചറൈസിങ് പോലെയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ്സ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾക്ക് തരുന്നതിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. So now let's move to the last question. Movement of categories of people within or between the layers in an open social stratification system is known as. സോ ഇവിടെ നമ്മളുടെ സോഷ്യൽ മയം എന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആകെ ഫുൾ സോഷ്യൽ മയം എന്ന് പറഞ്ഞാണ് നമ്മൾ ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. സോഷ്യൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആൻഡ് 100% ഷ്യൂർ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതും. നമ്മളിപ്പോൾ 2016 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇതിലുള്ള 4 ടേംസും പ്ലസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇൻകം, വെൽത്ത്, പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യില്ലേ? സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യില്ലേ? റിച്ച്, പുവർ, വെരി റിച്ച്, മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ടേക്ക് എ ലുക്ക് ഇൻ ടു ദാറ്റ് വീഡിയോ ഓൾസോ. ഓക്കെ, ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റിയാണ്. ഇത് ഓർക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ടിപ്പ് കൂടി പറഞ്ഞു തരാം. മൂവ്മെൻറ്റ് ഓഫ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, മൂവ്മെൻറ്റ് MOV എന്നുള്ളതാണ് ഫസ്റ്റ്. ഇപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? സോഷ്യൽ മൊബിലിറ്റി MO. അപ്പോൾ മൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആ ഒരു ടേം നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ സോഷ്യൽ മൊബിലിറ്റി ആണെന്നുള്ളത്. ഇതൊരു ഗോൾഡൻ ടിപ്പാണ്, മസ്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. അല്ലെങ്കിൽ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകുമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ.
ഇനി നാളെ നമ്മളുടെ എക്സാമിന്, അതായത് August 14, 2021 ഈ സെയിം ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മൂവ്മെൻറ്റ് എന്ന ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് സോഷ്യൽ മൊബിലിറ്റി ആണെന്നുള്ള കാര്യം. ഓക്കെ, സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, സോഷ്യൽ ഗ്രൂപ്പ് ഓർ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ബിറ്റ്വീൻ ലെയേഴ്സ് ഓർ വിതിൻ ദ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ചിലപ്പോൾ ഒരു ടൗണിൽ നിന്ന് സിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു മൂവ്മെൻറ്റിനെയാണ് സോഷ്യൽ മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്ഷൻ എ ആയ സോഷ്യൽ കൺട്രോൾ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മെക്കാനിസം ഇൻ ദ ഫോം ഓഫ് പാറ്റേൺ ഓഫ് പ്രഷർ ത്രൂ വിച്ച് സൊസൈറ്റി മെയിൻറ്റെയിൻ എ സോഷ്യൽ ഓർഡർ ആൻഡ് കൊഹഷൻ. അതായത് ഒരു സോഷ്യൽ ഓർഡറും ഒരു സോഷ്യൽ കൊഹഷനും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഈസ് ഓൾസോ ക്ലിയർ ടു യു. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ. സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ കൺസ്ട്രക്ട് can be defined as an extent to which individual participate in a variety of social relationship, including engagements in social activities or relationship and a sense of community ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വൺസ് റോൾ. സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ലേ, സെയിം അത് തന്നെയാണ് സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ is സോഷ്യൽ അമാൽഗമേഷൻ. സോഷ്യൽ അമാൽഗമേഷനെ നമുക്ക് കൾച്ചറൽ അമാൽഗമേഷൻ എന്നും വിളിക്കാം. അതായത് 2 or more കൾച്ചേഴ്സിൽ ഉള്ള ആൾക്കാർ ബ്ലെൻഡിങ് ടുഗെദർ ടു ക്രിയേറ്റ് എ ന്യൂ ഓർ യുണീക്ക് കൾച്ചർ. അതാണ് സോഷ്യൽ അമാൽഗമേഷനോ കൾച്ചറൽ അമാൽഗമേഷനോ നമുക്ക് വിളിക്കാം കേട്ടോ. So that's it. I think you people get these 5 questions. So do prepare for your exam. So with this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.